ആമസോണിൽ നമ്മൾ ശരിക്കും എന്തൊക്കെയാണ് കാണുന്നത്? ഡെൻസ് ഫോറസ്റ്റ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ആമസോൺ കാടുകളിൽ ആമസോൺ 2 വിധത്തിലുള്ള കാഴ്ചകളുണ്ട്. ഒന്ന് ആമസോൺ ഫോറസ്റ്റ്, ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെ പറയില്ലേ. ഏകദേശം സൗത്ത് അമേരിക്കയുടെ 2/3 ഭാഗവും ആമസോൺ ഫോറസ്റ്റ് എന്ന് പറയും. ഇന്ന് ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തും. ഇതെല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്, നമ്മുടെയും സ്വപ്നമാണ്. പിന്നെ നമ്മൾ ഒരുപാട് കേട്ട ആമസോൺ നദി, പിന്നെ ആ ആമസോൺ വൃഷ്ടിപ്രദേശവും ഈ നദികളുമുള്ള ഒരു അനുഭവം നമുക്ക് ഭയങ്കര ആളുകളുടെ സ്വപ്നത്തിലുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ? കാടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം പോവാം, കാടിനോടൊക്കെ പോവാം, ഇവരുടെ കോട്ടേജുകൾ താമസിക്കാം, അതൊക്കെ ഉണ്ടാവും, അതൊക്കെ വേണമല്ലോ, അതൊക്കെ കാണണല്ലോ, കൊള്ളാലോ, അതൊക്കെ കാണാൻ, ഇതൊക്കെ ഭൂമുഖത്തുള്ളത് കാണാൻ വേണ്ടിയല്ലേ. അപ്പൊ അവിടെ പോണം, ആനക്കൊണ്ടകളെ കാണണം. അതിനേക്കാൾ സംബന്ധി പിരാനയാണ്. പിരാന പിന്നെ അത് ഞാൻ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും പിരാന എന്ന് വെച്ചാൽ പല്ല് നമ്മുടെ ഈ ഭയങ്കര ഷാർപ്പായിട്ടുള്ള. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചിനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അതിൽ ഇറങ്ങി നിന്നു, ആമസോൺ നദിയിലൊക്കെ ഇറങ്ങി നിന്നു. യഥാർത്ഥത്തിൽ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. പിരാനയ്ക്ക് ബ്ലഡ് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കാലിലൊരു മുറിവുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇറങ്ങി നിന്ന നിമിഷം നേരം കൊണ്ട് നമ്മുടെ പണി കഴിയും. കാരണം ബ്ലഡ് ആണ് മറ്റങ്ങളെ ആകർഷിക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ പറയണ്ടായിരുന്നു, ഞങ്ങള് പിരാന ഇതിനെ പോകും, ചൂണ്ടയിടും, പിരാനെ പിടിക്കാണ്ട് വൈകുന്നേരം പിരാനൊക്കെ തിന്നിട്ടെങ്കിൽ അതിന്റെ ഒരു പാവം തീർക്കെന്ന് വെച്ച് ഞങ്ങള് കുറെ എണ്ണത്തിനെ പിടിച്ച് ഞങ്ങള് ചൂണ്ടയിട്ട് തിന്നു അവിടെ വെച്ച്. അപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പശു പോലെ, പൂത്ത പശു പോലെ ഒരെണ്ണം വെള്ളത്തിൽ ഇറങ്ങി. അപ്പൊ ഇത് ഇറങ്ങിയ സമയത്ത് അതിന്റെ കാലും ഒരു മുറിവുണ്ടായിരുന്നു. കാരണം അത് കമ്പോ കാലം കൊണ്ട് കൊണ്ടത്. ആ സാധനത്തിനെ നിമിഷ നേരം കൊണ്ട് പിരാനകൾ വലിച്ചും തിന്ന് അസ്ഥികൂടെ മാത്രമായി. കാരണം ആയിരക്കണക്കിന് 10,000 ഈ ബ്ലഡിന്റെ മണം കൊണ്ട് വന്ന് നിശ്ചയമായിട്ട് വന്നു. പക്ഷെ ഞങ്ങളുടെ ആർക്കും ഞങ്ങളുടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി, കാര്യം മുറിവൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവർ പ്രത്യേകം പറയുകയും ചെയ്തു. പിന്നെ പിരാന കണ്ടു ചെയ്തു. പിന്നെ അനക്കൊണ്ടനൊക്കെ എടുത്ത് ഭയങ്കര തോളിലൊക്കെ ഇട്ടു. പക്ഷെ അനക്കൊണ്ട എന്ന് പറഞ്ഞ സംഭവം നമ്മളെല്ലാവരുടെ കനത്തിൽ ഈ അനക്കൊണ്ട സിനിമയിലുള്ള വലിയ അനക്കൊണ്ട അതന്നെ. അത് മാത്രമല്ല, ഈ അനക്കൊണ്ടകൾ എപ്പോഴും ഇറങ്ങി നടക്കുന്ന സ്ഥലമല്ല. അത് മാത്രമല്ല, ഈ ആമസോൺ റിവറിന്റെ അടിത്തട്ടിലാണ് അനക്കൊണ്ടകൾ ഉണ്ടായിരിക്കുക. വൈകുന്നേരങ്ങളിൽ ഈ തണുപ്പ് കുട്ടികൾക്ക് വേണം, വൈകുന്നേരങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ, പുറത്തിറങ്ങും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രിസർവേഷൻ സെന്ററുകൾ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. വലിപ്പം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മുടെ പെരുമ്പാമ്പൊക്കെ മാറി നിൽക്കണം, ഇത്രേ ഉള്ളൂ. അതിനേക്കാളും നമ്മൾ പിടിച്ച് വട്ടം എത്തൂല, അത്രയും അതിനേക്കാളും വലിപ്പമുണ്ട്. പിന്നെ അത് നല്ലൊരു സാധനങ്ങൾ കിട്ടും. ഞങ്ങളൊരു 10-15 പേര് അതിന് ഒന്നിച്ച് തോളിലിട്ട് ഞങ്ങളൊരു ഗംഭീരമായിട്ടൊക്കെ അതിനെ ആഘോഷിച്ചു. അല്ല, അതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവം. ഇപ്പൊ ചേട്ടൻ പിരാനയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്കറിയാം, സിംഹം അതിന് വേണമെങ്കിൽ ഇര പിടിക്കാൻ വേണ്ടിയേ വരുള്ളൂ എന്നൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ സിംഹം കൂട്ടി പോയിട്ട് അതിനിപ്പോ വിശക്കണുണ്ടാവില്ല, ഇപ്പൊ തിന്നില്ലോന്ന്